بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الله ربي أن صادتنا الكبرى من شهداء أرض بدر ترى هم جند فضيل وإحسان ومكرمة هم سيد ملة المختار من مولاي صل وسلم دائما أبدا كخير الخلق كلهم شموس دين الهدى بدر ملتنا يا حبذا القوم حقا ما لهم نظرا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نعم سرى طيف من أغوى فأغرقني والحب يحترم لذاتي بالآلام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولم يوم سيدنا محمد. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മാന്യ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നമ്മെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തി മാഫാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, അവരുടെ ഖബർ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ ഭക്ഷണം പാനീയങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിന്റെ 2ാമത്തെ 10-ലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പരിശുദ്ധ റമദാനിന്റെ 1ാമത്തെ 10 റഹ്മത്തിന്റെയും 2ാമത്തേത് മഗ്ഫിറത്തിന്റെയും 3ാമത്തെ 10 നരകമോചനത്തിന്റെ 10-മാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ആരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർക്ക് മുഴുവനും ലോക ജനതയ്ക്ക് മുഴുവനും അൽ അമീൻ എന്ന് നാമം സിദ്ധിച്ചതായ എല്ലാ ശത്രുക്കളും മറ്റെല്ലാ ആളുകളും അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തിന്റെ വിഷയത്തിലാണ് മുശ്രിക്കുകളുമായി, ശത്രുക്കളുമായി പോർവിളി നൽകേണ്ടി വന്നത്, എന്തിന്റെ വിഷയത്തിലാണെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏകദൈവ വിശ്വാസം, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ശത്രുക്കള് അബൂജഹലിനെ പോലത്തെ, ഉത്ബത്തിനെ പോലത്തെ, ശൈബത്തിനെ പോലത്തെ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അകറ്റാൻ വേണ്ടി പോയത്. അതുവരെ അൽ അമീൻ അൽ അമീൻ, ഇതുവരെ കളവെന്തെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഏതൊരു ആളുകളും അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മുത്തുനബിയുടെ ജീവിതം? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നതായ വിരിപ്പ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട് എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ലേ? ഈ തപ്പന മട്ടല കൊണ്ട് ഉണ്ടാക്കിയതായ വീടുകളും അള്ളാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങിയത് ഈ തപ്പന മട്ടലിന്റെ മുകളിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങിയത്. മഴ പെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് മഴ വെള്ളം കയറുകയും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം വീട്ടിലേക്ക് വരുന്നതായ ഒരു സ്ഥിതിവിശേഷമുള്ളതായ ഒരു വീടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെ പട്ടിണിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളല്ലേ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളല്ലേ, പൊന്നു ബീവി ഫാത്തിമ ബീവിയുടെ മക്കളല്ലേ, ആ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വിശന്ന് വലയുകയാണ്. ഭക്ഷണം കഴിക്കാൻ വീട്ടിലൊന്നും തന്നെയില്ല. ഒരു കാരക്ക കഷ്ണം പോലും വീട്ടിലില്ല. പട്ടിണി കിടക്കുകയാണ്. ദിവസങ്ങളോളായി പട്ടിണിയായിരുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും ഒരു വക കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി അന്വേഷിച്ച് പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആരാണ് പ്രവാചകൻ? ആരാണ് മുത്തുനബി? നമുക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ വലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഈ ദുനിയാവിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, മരിക്കാതെ ആരെങ്കിലും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതാരായിരിക്കുമെന്ന് ആ കവി പാടുകയാണ്. വലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. അതെന്റെ മുത്തുനബിയായിരിക്കും. ആരെങ്കിലും ഈ ലോകത്ത് മരിക്കാതെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പോലും ഈ ലോകത്തോട് വിട പറഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തെങ്കിലും ഒരു വക കിട്ടാൻ വേണ്ടി, എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു നേരത്തെ അന്നം കൊടുക്കാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു പോവുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിനൊരു ജോലി കിട്ടിയത്. എന്താണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ? കരഞ്ഞു പോകും അള്ളാഹുവിന്റെ റസൂലിന്റെ, കൽബ് പൊട്ടിപ്പോകും. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം നാം മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ജോലി അന്വേഷിച്ചു പോയത് ഒരു ജൂതന്റെ അടുത്തേക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് അവിടെ ജോലി കിട്ടിയതെന്നറിയോ? കിണറിൽ വെള്ളം കോരിയിട്ട് അവിടെ തോട്ടം നനക്കുന്ന ഒരു ജോലിയാണ് അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയിരിക്കുന്നത്. യാ റബ്ബി, ആരാണ് മുത്തുനബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് വെള്ളം കോരിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്നും കയർ താഴെ വീണുപോയി, തൊട്ടി താഴെ വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ടി മുകളിലേക്ക് വന്നു. അള്ളാഹുവിന്റെ മോചിതത്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മോചിതത്താണ്, ഔലിയാക്കളുടെ കറാമത്താണ്, അമാനുഷിക ശക്തിയാണ്. അത് നമുക്ക് ആർക്കും തന്നെ നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് തൊട്ടി തിരിച്ചു വന്നു. തൊട്ടി താഴെ പോയപ്പോൾ ജൂതന് ദേഷ്യം വന്നു, ജൂതന് കോപം വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടിവെച്ച് കൊടുത്തു. യാ റബ്ബി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിട്ടിയ കാരക്കയുമായി ഒരു തൊട്ടി വെള്ളം കോരി കൊടുത്താൽ ഒരു കാരക്കയാണ് അള്ളാഹുവിന്റെ റസൂലിന് കൂലിയായിട്ട് കൊടുത്തിരുന്നത്. ആ കിട്ടിയ കാരക്കയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോയി. ആ സമയത്താണ് ഇതൊക്കെ കണ്ടു നിന്ന ഒരാൾ ചോദിച്ചു, അല്ലയോ നിങ്ങൾ ആരെയാണ് അടിച്ചത്? നിങ്ങൾ ആരോടാണ് ദേഷ്യം വിളിച്ചത്? നിങ്ങളടുത്ത് ജോലിക്ക് വന്നത് അത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അറിയില്ല. ആ സമയത്താണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ ആ ജൂതനായ മനുഷ്യനോട് പറയുന്നു, അത് ലോകമുത്ത് മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ബേജാറായി. ഉടനെ അദ്ദേഹം പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോയപ്പോൾ യാ റബ്ബി, അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് അദ്ദേഹത്തിന്റെ കൽപ്പ് പൊട്ടിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മടിയിലിരുത്തിക്കൊണ്ട് ആ കിട്ടിയ കാരക്ക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുന്ന രംഗമാണ് ഈ ജൂതന് കാണാൻ കഴിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം റഹ്മത്തുൽ ലിൽ ആലമീനായ ലോക അനുഗ്രഹിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം ഇറാശി എന്ന് പറഞ്ഞതായ ഒരു മനുഷ്യൻ, ഗ്രാമീണനായ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, വളരെ പാവപ്പെട്ടതായ ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, ഇറാശി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം അബൂജഹലിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു കാഴ്ച അവിടുന്ന് അബൂജഹലിന്റെ കൂട്ടാളികളായ, അബൂജഹലിന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായ ഉത്ബത്ത്, ശൈബത്ത് പോലത്തെ ആളുകള് കഅബയിൽ ഇരുന്നു കൊണ്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. ഒരു മനുഷ്യനുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ആ ഉത്ബത്തും ശൈബത്തും ആ മനുഷ്യനെ വിളിച്ചു, വൃദ്ധനായ വളരെ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ച് ചോദിച്ചു, നിങ്ങളെന്തേ അബുൽ ഹക്കമിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നതും വരുന്നതായി കണ്ടല്ലോ, എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നു, ഞാൻ അബൂജഹലിന് അബുൽ ഹക്കമിന് ഞാനൊരു ഒട്ടകത്തെ കൊടുത്തിരുന്നു, ഇത്ര ദിനാറിന് ഒരു ഒട്ടകത്തെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ എനിക്ക് ഒട്ടകത്തെ കിട്ടിയതുമില്ല, എന്റെ പൈസയും തിരിച്ചു കിട്ടിയില്ല. ഒരുപാട് ദിവസമായി ഞാൻ ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, എന്റെ കാശ് എനിക്ക് കിട്ടിയില്ല, ഞാനാണ് പട്ടിണിയാണ്. ഈ ഒരു മൃഗത്തെ കൊണ്ടയാണ് എന്റെ കുടുംബം പോറ്റി വളർത്തുന്നത്, എന്റെ കുടുംബം കഴിയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. എന്റെ കുടുംബം എന്നെ പുറത്താക്കിയിരിക്കുകയാണ്, ഈ ഒട്ടകത്തെ കിട്ടാതെ എനിക്ക് പോകാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്താണ് ഉത്ബത്തും ശൈബത്തിനും നല്ലൊരു ചാൻസ് ആയി. സാധാരണ രീതിയിൽ അബൂജഹല് മുഹമ്മദ് ഞാൻ കൊന്നുകളയും എന്ന് പല പ്രാവശ്യം വീമ്പ് പറയുന്ന ഒരാളാണ് അബൂജഹൽ എന്ന് പറഞ്ഞാൽ. അബൂജഹൽ നമുക്കറിയാം, ഏറ്റവും വലിയ വിധി, അറിവില്ലാത്തവന്റെ ഉപ്പ എന്നാണ് അബൂജഹലിന് പേരിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹൽ എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല, വളരെയധികം ബുദ്ധിമാനാണ്, വളരെ നല്ല ശക്തിയുള്ള ആരോഗ്യത്തിലുള്ള ഭയങ്കരമായ ഒരു വലിയ അജാനുഭവന്മാൻ എന്നൊക്കെ പറയുന്ന വലിയൊരു മനുഷ്യനാണ് ഈ അബൂജഹൽ എന്ന് പറഞ്ഞ മനുഷ്യൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത് ഉമറിനെ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അങ്ങനെ ഉത്ബത്തും ശൈബത്തും ഈ മനുഷ്യന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പ്രശ്നമായി അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് വിഷയം, കുറെ ദിവസം ഇങ്ങനെ വരുന്നു, അബൂജഹലിന്റെ അടുത്തേക്ക് പോയിരുന്നു,
തിരിച്ചു വരുന്നു. ഇതുവരെ എന്റെ സാധനം കിട്ടിയില്ല, എന്റെ പൈസയും കിട്ടിയില്ല, എന്റെ ഒട്ടകത്തെയും തിരിച്ചു കിട്ടില്ല, വീട്ടിൽ എന്നെ കയറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അബ്ദുബത്തും ഷൈബത്തും മനസ്സിലാക്കി ഇത് നല്ലൊരു ചാൻസാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും. അതുകൊണ്ട് അബൂജഹലിനോട് നിങ്ങൾ പറയോ എന്ന് ഈ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചപ്പോൾ അവിടുന്ന് ഉത്ബത്തും ഷൈബത്തും പറഞ്ഞു, നമ്മൾ പറഞ്ഞാലൊന്നും അബൂജഹൽ കേൾക്കൂല, നിങ്ങളൊരു കാര്യം ചെയ്യും. കുറച്ചപ്പുറത്ത് ഒരാള് മുഹമ്മദ് എന്ന പേര് മുഹമ്മദിനോട് പോയിട്ട് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് മുഹമ്മദ്, എന്താണ് വിഷയം? അദ്ദേഹം പറഞ്ഞു, എന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു. അതായത് എന്റെ ഒട്ടകം ഞാൻ ഉപജീവനമായി കണ്ടിരുന്ന ഒട്ടകം അബൂജഹൽ എന്ന് പറയുന്ന അബുൽ ഹക്കം എന്ന് പറയുന്ന മനുഷ്യൻ വാങ്ങിയിട്ട് അദ്ദേഹം പൈസയും തന്നില്ല, കുറെ ദിവസങ്ങളായി മാസങ്ങളായി എന്റെ ഒട്ടകത്തെ തിരിച്ചു തന്നില്ലെന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ ലോകത്തിന്റെ അനുഗ്രഹമായി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ ഖിറാസി എന്ന് പറയുന്ന മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് അബൂജഹലിന്റെ അടുത്തേക്ക് പോയി. ഈ ചാൻസ്, അതായത് അബൂജഹൽ സാധാരണ പറയുന്ന മുഹമ്മദിന് ഒറ്റക്ക് കിട്ടിയാൽ തട്ടിക്കളയുമെന്ന് പറയുന്ന ഈ രംഗങ്ങൾ ലൈവായിട്ട് കാണാൻ വേണ്ടി ഉത്ബത്തും ഷൈബത്തിനെ പോലത്തെ 2-3 ആളുകൾ അബൂജഹൽ വീട്ടിന്റെ ബാക്കിലേക്ക് പോയിട്ട് നിന്ന് ഈ സംഭവം ഒന്ന് കാണണം, മുഹമ്മദിന്റെ തലയെടുക്കുന്നത് കാണണം, ആ രംഗം ഒന്ന് കാണാൻ ഭയങ്കര രസമാണല്ലോ. അപ്പം ഇവരെല്ലാരും കൂടി അബൂജഹലിന്റെ വീട്ടിന്റെ പുറഭാഗത്ത് ഒളിച്ചു നിന്നു. ഉടനെ അബൂജഹൽ പുറത്തേക്ക് വന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ വാതിൽ കൊണ്ടിയപ്പോൾ അബൂജഹൽ പുറത്തേക്ക് വന്നപ്പോൾ അബൂജഹൽ അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ്. നല്ല ചാൻസാണ്, ഇപ്പൊ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് തട്ടിക്കളയാമെന്നുള്ള ആ ആവേശത്തിൽ അബൂജഹൽ തന്റെ കയ്യിലുള്ള വാട് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലേക്ക് നിൽക്കി ഒരൊറ്റ വട്ടങ്ങ് കൊടുക്കാൻ വേണ്ടി ഓങ്ങിയപ്പോൾ പെട്ടെന്ന് അബൂജഹലിന്റെ കയ്യിൽ നിന്ന് വാട് താഴെ വീണ് കിടുകിട ഉറച്ച അബൂജഹൽ ബോധരഹിതനായി താഴെ വീണു. ഈ രംഗങ്ങളൊക്കെ ബാക്കിൽ നിന്ന് ഉത്തുബത്തും ഷൈബത്തും കാലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതെന്തൊരു അത്ഭുതം! മുഹമ്മദിന് ഒറ്റക്ക് കിട്ടിയാൽ തട്ടിക്കളയെന്ന് പറയുന്ന മനുഷ്യർ പോയതിനെക്കാട്ടി മുമ്പിലെ വീണ്ടും കാണുന്നുണ്ട്. ഉടനെ അബൂജഹൽ കുറച്ച് കഴിഞ്ഞപ്പോ എണീറ്റ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യനെ നിങ്ങൾക്കറിയോ? ഈ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ ഒരു പൂച്ചനെ പോലെ, പുലി പോലെ വന്നു. അബൂജഹൽ പൂച്ചയെ പോലെയാണ് അല്ലാഹു റസൂലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അബൂജഹൽ പറഞ്ഞു, അറിയാം, ഇദ്ദേഹം നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, നമ്മൾ തമ്മിൽ ഒരു ഇടപാടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ്? അദ്ദേഹത്തിന്റെ ഒട്ടകം എന്റെ കയ്യിലാണ്, അതിന് കാശ് നിങ്ങൾ കൊടുത്തോ? ഇല്ല, പൈസയും കൊടുത്തിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് അദ്ദേഹം ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാസിനെയും കൂട്ടി നബി തങ്ങൾ തിരിച്ചു പോയതിനു ശേഷമാണ് ഉത്ബത്തും ഷൈബത്തും പോലത്തെ ആളുകൾ ഈ ലൈവുകായിട്ട് കാണാൻ വേണ്ടി രണ്ടാളും ഉടനെ അബൂജഹലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്തേ കുറെ കാലായിട്ട് പറയാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ കുറെ കാലായിട്ട് പറഞ്ഞ മുഹമ്മദിന് ഒറ്റ കിട്ടിയാൽ തട്ടിക്കളും, എന്ത് പറ്റി? നടന്നില്ലല്ലോ, നിങ്ങളുടെ പോയപാടെ വീട് പോയത് എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ പറയുന്നു, ഞാനായതുകൊണ്ട് ജീവൻ ബാക്കിയായി, നിങ്ങളാണെങ്കിൽ അവിടെ തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും. അവർ ചോദിച്ചു, എന്താ സംഭവം? എന്തേ? മുഹമ്മദ് ആയുധം എടുത്തില്ലല്ലോ, മുഹമ്മദിന്റെ കയ്യിൽ ഒരു ആയുധവും ഉണ്ടായില്ലല്ലോ, പിന്നെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് മുഅ്ജിസത്ത് പറഞ്ഞ മാനുഷിക ശക്തി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അബൂജഹൽ അവിടുന്ന് വിവരിക്കുകയാണ്. മുഹമ്മദ് എന്റെ മുന്നിലേക്ക് വന്നിട്ട് നിന്നപ്പോൾ ഞാൻ മുഹമ്മദിനെ വാളുകൊണ്ട് വെട്ടാൻ പോകുന്ന സമയത്ത് മുഹമ്മദിന്റെ 2 ചുമലിന്റെ മുകളില് 2 സിംഹക്കുട്ടികളിന്റെ വാ പൊളിച്ച് തിന്നാൻ വേണ്ടി വരുന്ന രംഗമാണ് ഞാൻ കണ്ടത്. പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും ചോദിച്ചു. ഇതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം
മഹാന്മാരായ ബദരീങ്ങളുടെ ചരിത്രങ്ങളും സംഭവങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അബൂജഹലിനെ നിക്കപ്പുറത്തിൽ എങ്ങനെയെങ്കിലും മുഹമ്മദിനെ ഒന്ന് തട്ടിക്കളയണം. അതന്നെയാണ് അബൂജഹലിന്റെ ഒരൊറ്റ ഒരു നിയ്യത്ത്, മുഹമ്മദിനെ എങ്ങനെയെങ്കിലും തട്ടിക്കളയാം. അങ്ങനെയാണ് അബൂജഹലും അവിടുന്ന് അവർ ഒരു മീറ്റിംഗ് കൂടി. അവിടുന്ന് യോഗത്തിൽ തീരുമാനിച്ച് മുഹമ്മദിന് കൊന്നുകളയണം. ആർക്കാണ് ധൈര്യം? അവിടുന്ന് അവർ ഗോത്ര തലവന്മാരായ കുറച്ചാളുകളെ തെരഞ്ഞെടുത്തു അള്ളാഹുവിന്റെ റസൂലിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബിസങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങ് ഇവിടുന്ന് ഹിജ്റ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചു. ഖുറൈശികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. നബി തങ്ങളെ ഇപ്പൊ നമുക്ക് തട്ടാൻ നല്ല ചാൻസ് ആണ്. അവർ ഗോത്രത്തിലെ കുറച്ച് നല്ല കായിക ബലമുള്ള കുറെ ആളുകളെ തെരഞ്ഞെടുത്ത് വീട് ചുറ്റും അവർ വളഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും പുറത്തേക്ക് വന്നു. പരിശുദ്ധ സൂറത്ത് യാസീനിന്റെ ചില ആയത്തുകൾ ഓതി അവരുടെ ഒരു പിടി മണ്ണെടുത്തിട്ട് അവരുടെ കണ്ണുകളിലേക്ക് എറിഞ്ഞപ്പോൾ അവർക്കൊന്നും കാണാത്തൊരവസ്ഥയായി. പിന്നെ അവർക്കൊന്നും കാണാത്തൊരവസ്ഥയായി. അവർ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയത്. നബി തങ്ങൾ പോയതെന്നും അറിയാത്ത ശത്രുക്കള് വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവർ വിചാരിച്ചു അല്ലാഹുവിന്റെ റസൂൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയത്. ശത്രുക്കൾ നോക്കുമ്പോ ഒരാൾ അവിടെ കടന്നിട്ടുണ്ട്, അത് മുഹമ്മദ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ മുഹമ്മദ് നബി തങ്ങള് അവിടുന്ന് പോയ കഥയൊന്നും അവരറിയില്ല. ആ സമയത്താണ് ഇബ്ലീസ് വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മുഹമ്മദിനെ തട്ടിക്കളയണം, മുഹമ്മദ് താ കിടക്കുന്ന അവിടെ ഉണ്ടല്ലോ, ഇറങ്ങുമ്പോൾ കൊന്നു കളയാനാന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എല്ലാം നിങ്ങളൊന്നും അറിയില്ലേ, മുഹമ്മദ് ഇവിടുത്തെ സ്ഥലം വിട്ടിട്ട് സമയത്രേ, മുഹമ്മദ് പോയിട്ട് സമയത്രേ, നിങ്ങളൊന്നും കഥയൊന്നും അറിയില്ലേ, പിന്നെ അതാ കിടക്കുന്നത്, അത് മുഹമ്മദ് അല്ല, അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറപ്പെട്ടു, സൗർ ഗുഹയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇറങ്ങി അവിടെ താമസിച്ചു. ആ സമയത്താണ് ശത്രുക്കൾ പിന്നെയും അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ കൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു കളയണം. അള്ളാഹുവിന്റെ റസൂലിനെ കൊന്നു കളഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് ഇവിടെ തീരും, നമുക്ക് സുരക്ഷിതമായി സന്തോഷത്തോടെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയും. അതിന് അള്ളാഹുവിന്റെ റസൂൽ ഇല്ലാതിരിക്കണം, എങ്ങനെയെങ്കിലും തട്ടിക്കളയണം. അങ്ങനെയാണ് അവര് ഗുഹന്റെ അകത്തേക്ക് അടുത്തെത്തിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ശത്രുക്കൾ നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്, ഗുഹന്റെ മുഖത്ത് അവരുണ്ട്, നോക്കിയാൽ നമ്മളെ കാണുന്ന രൂപത്തിൽ അവർ എത്തിയിട്ടുണ്ട് നബി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ പേടിക്കണ്ട, നമ്മൾ രണ്ടുപേർ മാത്രമല്ല ഒരാളും കൂടി നമ്മുടെ കൂടെയുണ്ട്, പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം, അള്ളാഹു നമ്മുടെ കൂടെയില്ലേ, പിന്നെന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ശത്രുക്കൾ വന്നിട്ട് ആ ഗുഹന്റെ അടുത്തേക്ക് വന്നപ്പോ ഇവിടെ ഒരാളും ഈ ഗുഹയിലേക്ക് ഇറങ്ങിയ ഒരടയാളം അവിടെ കാണാൻ കഴിയില്ല. കാരണം ഗുഹാമുഖത്ത് ചിലന്തി വല കെട്ടിയിട്ടുണ്ട്, ചിലന്തി വല കെട്ടുകയും പ്രാവ് മുട്ടയിടുകയും ചെയ്തിട്ടുണ്ട് ആ ഗുഹയുടെ അടുത്ത്. അപ്പൊ സ്വാഭാവികമായും ഒരു ഗുഹയിലേക്ക് ഇറങ്ങുമ്പോൾ ചിലന്തി വല പൊട്ടണം, പക്ഷെ വല പോലെ ഇരിക്കുന്ന ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അവർ ഏറെച്ചോ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അവിടുന്ന് യാത്രയുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആർക്ക് വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും ത്യാഗങ്ങൾ ചെയ്തത്? നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത്രയധികം വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. ഒരു കുതിരപ്പുറത്താണ് അല്ലാഹുവിന്റെ റസൂലും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നത്. ഒരുപാട് ഓടി, മരുഭൂമിയിൽ കൂടി ഒരുപാട് ഓടിയപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകിലേക്ക് നോക്കിയപ്പോൾ ഒരു കുതിരയുണ്ട്, വളരെ വേഗത്തിൽ നമ്മുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നുണ്ട് നബി എന്ന് പറഞ്ഞപ്പോൾ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സുറാഖത്ത് എന്ന് പറയുന്ന മനുഷ്യനാണ്. സുറാഖത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി കുതിരപ്പുറത്ത് വളരെ വേഗത്തിൽ പായിച്ചുകൊണ്ട് തന്റെ കയ്യിൽ വാള് പിടിച്ചുകൊണ്ടാണ് സുറാഖത്തിന്റെ വരവ്. സുറാഖത്ത് എന്ന് പറഞ്ഞാൽ അമ്പെയ്ത് വിദഗ്ധനാണ്. ലക്ഷ്യത്തെ തെറ്റാതെ അമ്പെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കാനുള്ള അതിസമർത്ഥമായ കഴിവുള്ള ആളാണ് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ആള്. ഈ സുറാഖത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പിറകിൽ ഇങ്ങനെ വരുന്നത്. ഈ രംഗം കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പേടിയായി. പടച്ചോനെ, എന്ത് സംഭവിക്കും? നബി തങ്ങളുടെ അബൂബക്കറിനെ പേടിക്കണ്ട, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായ സ്പീഡിലാണ് ഈ കുതിരയെ പായിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലും പിറകിലായിട്ട് സുറാഖത്തും ഇങ്ങനെ മത്സരോട്ടമാണ്. ഓടി സുറാഖത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കുതിരയൊന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള വാള് കൊണ്ട് മുഹമ്മദിന്റെ തലയൊന്ന് എടുത്തു കളഞ്ഞ ഇതായിരുന്നു സുറാഖത്തിന്റെ ലക്ഷ്യം. പക്ഷേ വളരെ വേഗത്തിൽ പോയ സുറാഖത്തിന്റെ കുതിര അടുത്തെത്തിയപ്പോൾ, അല്ലാഹുവിന്റെ റസൂലുമായിട്ട് അടുത്തെത്തിയപ്പോൾ, ഓടി വന്ന് അടുത്തെത്തിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടാൻ പോകുന്ന സമയത്ത് സുറാഖത്തിന്റെ കുതിര ഭൂമിയിലേക്ക് ആണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് നോക്കി. സുറാഖത്തിന്റെ കുതിര ഭൂമിയിലേക്ക് ആണ്ടുപോയി. സുറാഖത്തും ഭൂമിയിലേക്ക് താഴ്ന്നു പോകാൻ പോകുന്ന സമയത്ത് സുറാഖത്ത് വിളിച്ചു, യാ മുഹമ്മദ് നജ്ജിനി, മുഹമ്മദ് എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്ത മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൈ വിളിച്ച് പൊക്കിക്കൊണ്ട് രക്ഷപ്പെടുത്തി. ചിന്തിച്ചു, നമ്മളാണെങ്കിലും നബി തങ്ങൾ പോയിട്ട് തന്നെ വെട്ടാൻ വന്ന സുറാഖത്തിന് കൈ വിളിച്ച് പൊക്കിക്കൊണ്ടുവന്നു. സുറാഖത്ത് പിന്നെ പുറത്തേക്ക് വന്ന് നല്ല ഉഷാറായ സമയത്ത് വാളിട്ട് ഒന്നുകൂടി കൊടുക്കാൻ പോയി. മോൻ നോക്കി, ഇത്രയും ഒരു വല്ലാത്തൊരു മനസ്സ്, ഇത്രയും വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിന് പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടി കൊടുക്കാൻ പോകുക. ആ സമയത്ത് വീണ്ടും സുറാഖത്ത് കാണുപോയി. വീണ്ടും പറഞ്ഞു, മുഹമ്മദ് എന്നെ രക്ഷപ്പെടുത്തത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും രക്ഷപ്പെടുത്തി. ആ സമയത്ത് സുറാഖത്തിനോട് പറഞ്ഞു, സുറാഖത്തെ, നീ ആരാണെന്നറിയോ? ഒരു കാലത്ത്, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞാൽ, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞാൽ നീ ഒരു വലിയ ചക്രവർത്തിയാകാൻ പോകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ സുറാഖത്ത് ഒന്ന് ഉണർന്നു. സുറാഖത്ത് പറഞ്ഞു, ശരി മുഹമ്മദെ, നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞാൻ പോകുന്ന മറ്റേ സുറാഖത്ത് അങ്ങ് പോവുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബദറിന്റെ ഓരോ ചരിത്രങ്ങളും ഓരോ സംഭവങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ കുടുംബത്തിന്റെയും അങ്ങയുടെ നാട്ടിൽ നിന്നും ഒരുപാട് സമ്പത്തുകൾ കൊള്ളയടിച്ചുകൊണ്ട് അബൂ സുഫിയാൻ ഇവിടുന്ന് പോയിട്ടുണ്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി. അങ്ങയുടെ കുടുംബത്തിന്റെയും അങ്ങയുടെ നാട്ടിലെയും സ്വത്തുക്കൾ മൊത്തം കവർച്ച ചെയ്ത് അബൂ സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും തന്നെ അവിടെ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ, ആരാണ് അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു എല്ലാവരും പറയണം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവസാനം മുസ്ലിമായിരുന്നു. അബൂ സുഫിയാൻ ആ സമയത്ത്, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഉപ്പയും കൂടിയാണ് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ അമ്മോട്ടനായിട്ട് വരും അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മു ഹബീബ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ പേര്, അബൂ സുഫിയാന്റെ ഭാര്യ ഉമ്മു ഹബീബ അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ഉമ്മു ഹബീബന്റെ ഉപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ഉമ്മു ഹബീബ. ഉമ്മു ഹബീബയുടെ ഉപ്പയാണ് അബൂ സുഫിയാൻ. അങ്ങനെ അബൂ സുഫിയാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയർ കണ്ടു. ആ ചെയറിന്റെ പേര് വെള്ള തുണിയോടെ വിരിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ അവിടെ ഇരിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മു ഹബീബ പറഞ്ഞേ അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിശ്വാസിയായ മുസ്ലിം അല്ലാത്ത മുശ്രിക്കായ നിങ്ങൾ അവിടെ ഇരിക്കാൻ പാടുന്ന ഉപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ആളാണ് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ. അങ്ങനെ അബൂ സുഫിയാൻ നിങ്ങളുടെ കച്ചവട സാധനം, നിങ്ങളുടെ മുതലുകളും ഒക്കെ കവർച്ച ചെയ്തിട്ട് ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ രണ്ട് സഹാബികൾ, ജാതിയ റളിയല്ലാഹു പോലത്തെ രണ്ട് സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അബൂ സുഫിയാൻ തിരിച്ചു വരുന്നത് അന്വേഷിക്കണം. അബൂ സുഫിയാനെ തിരിച്ചു വരുമ്പോൾ അബൂ സുഫിയാൻ നിങ്ങൾ അന്വേഷിച്ച് പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്താണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ഇപ്പൊ നിങ്ങൾ പിടിക്കണ്ട, ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ടേ ഉള്ളൂ. ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കവർച്ച ചെയ്ത മുതൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറിച്ച് ഷാമിന് തിരിച്ചു വരുന്ന സമയത്താണ് നിങ്ങൾ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലാഭം കൂടി നിങ്ങൾക്ക് കിട്ടുന്നു. നല്ലൊരു ഐഡിയ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത്. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു, അവിടെ തന്നെ നിന്നു. ഏകദേശം 50,000 സ്വർണമാണ് അബൂ സുഫിയാൻ കച്ചവടം ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത്രയും സാധനങ്ങൾ മക്കക്കാരുടെ മുതലുകളാണ്. വലിയ ധനാഢ്യരായ സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ട്. വലിയ ധനാഢ്യന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. അവരുടെയൊക്കെ മുതലാണ് അബൂ സുഫിയാൻ കവർച്ച ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരുന്നു. പക്ഷെ അബൂജഹൽ വരുന്ന ഒരു അഡ്രസ്സും ഇല്ല. അബൂജഹൽ വരുന്ന ഒരു അഡ്രസ്സും ഇല്ല. അവർ കാത്തുന്ന അവസാനം 3 സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ തിരിച്ചു വരുന്നത് കാത്തു നിന്ന്. അപ്പോഴാണ് അവിടുന്ന് 2 സ്ത്രീകൾ ഭയങ്കരമായ അടി, പൊരിഞ്ഞ തല്ലി ഭയങ്കര അടി നടക്കുന്നത്. അവിടെ അവരന്വേഷിച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, ഓരോ സൂചന കാണിച്ചു കൊടുക്കുകയാണ്. അടി കഴിഞ്ഞ സമയത്ത് ഈ സഹാബികൾ ശ്രദ്ധിച്ചു. അവര് പറയുന്നു പറഞ്ഞാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറയുന്നു, ഞാൻ നിനക്ക് കടമായി തന്ന ആ പൈസ നീ എനക്കൊക്കെ തിരിച്ച്. അപ്പൊ അവള് ഞാൻ തരും, നീ ക്ഷമിക്ക്, 2 ദിവസം കൂടി നീ ക്ഷമിക്ക്, ഞാൻ നിനക്ക് കാശ് തരാം. അപ്പൊ പറഞ്ഞു എപ്പോ തരും? അബൂ സുഫിയാനും കൂട്ടരും അബൂ സുഫിയാന്റെ കച്ചവട സംഘം 2 ദിവസത്തിനകം ഇവിടെ എത്തും, അന്തരം നിനക്ക് തരാമെന്ന്. അപ്പൊ ഇവർക്ക് മനസ്സിലായി. 2 ദിവസത്തിന്റെ ഉള്ളിൽ അബൂ സുഫിയാന്റെ ടീമും ഇവിടെ എത്തുമെന്ന് മനസ്സിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞു. അങ്ങനെ അബൂ സുഫിയാൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഷാമിൽ നിന്നും അബൂ സുഫിയാൻ പുറപ്പെട്ടു. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ വളരെ വളരെ തന്ത്രപരമായിട്ടാണ് അബൂ സുഫിയാൻ യാത്ര തിരിക്കുന്നത്. ഓരോ യാത്രയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് അബൂ സുഫിയാൻ. കാരണം ഇതാങ്ങനെ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ 50,000 സ്വർണമാണ് കയ്യിലുള്ളത്. ഇതാങ്ങനെ പിടിച്ചു പോയെങ്കിൽ മൊത്തം പോയി. അങ്ങനെ അബൂ സുഫിയാൻ വളരെ ശ്രദ്ധാപൂർവമാണ് യാത്ര തിരിക്കുന്നത്. ഓരോ സ്റ്റോപ്പിലെത്തിയാലും